പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തസ്തികയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെ. അപ്പോ കേരള PSC ഇന്നിപ്പോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുന്നുണ്ട് 2024 ഡിസംബറിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ 6 മാസത്തിനകം കൃത്യമായിട്ട് എന്ത് ചെയ്യും, പരീക്ഷ നടക്കും എന്നുള്ള കാര്യം അറിയാലോ. അപ്പോ ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ, അതുപോലെ തന്നെ നമ്മുടെ PSC, സെക്രട്ടേറിയറ്റ്, നിയമസഭ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ എന്നിവയുടെയൊക്കെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്ന 2024 ഡിസംബറിലാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് പരീക്ഷ എന്ത് നടത്തും, ഈ പറയുന്ന ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസംബർ കഴിഞ്ഞ 6 മാസത്തിനകത്ത് എന്ത് ചെയ്യും, പരീക്ഷ നടക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഗ്യാരണ്ടി ആണ്. അപ്പൊ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം ഡിസംബറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. വിശദമായിട്ടുള്ള സിലബസും സ്കീമും ഈ പറയുന്ന വിജ്ഞാപനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പൊ എന്തായാലും ഇതിന് ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മളൊരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു മുഖ്യ പരീക്ഷ, അഭിമുഖം എന്നിവയ്ക്ക് ശേഷമായിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക. ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം നടക്കുന്ന ഈ തസ്തികയുടെ മുഖ്യ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോ കൃത്യമായി പറയുന്നുണ്ട് ഒരു പൊതു പ്രാഥമിക പരീക്ഷ ഉണ്ടാവും, അതിനുശേഷം മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ കടന്നു പോവുക. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് സിലബസ് ഈ ഒരു വീഡിയോയ്ക്ക് അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് പറയുന്ന ബാക്കി യോഗ അല്ലെങ്കിൽ കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന തസ്തികയുടെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള പമ്പ് ഓപ്പറേറ്ററിന്റെയൊക്കെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ വിവിധ ജില്ലകളിലേക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജൂനിയർ ടൈം ലാംഗ്വേജ് ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ കൊല്ലം ജില്ലയിലേക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെയൊക്കെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ടും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഓക്കെ ആണേ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്തുകൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ എന്തുണ്ടാവും, പ്രിലിംസ് ഉണ്ടാവും, പ്രിലിംസിന് ശേഷം മെയിൻസ്, അതിനുശേഷം ഒരു ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് ജനറൽ നോളജിൽ നിന്ന്. ഓക്കെ, അപ്പൊ ജനറൽ നോളജിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററിയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് 10 മാർക്ക് പ്രിലിംസിന്റെ കേസ് ആണ്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്ക്, എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്, സിവിക്സിൽ നിന്ന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്ക്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ സ്പോർട്സിൽ നിന്ന് 10 മാർക്ക്, കമ്പ്യൂട്ടർ ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി റീസണിംഗിൽ നിന്ന് 20 മാർക്ക് ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്ക് ഉണ്ടാവും, റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തമിഴ്, കന്നഡ, ഇതിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് 10 മാർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള PSC തന്നെ. ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, സിവിക്സ്, അങ്ങനെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും കൂടി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ 2025 ഒരുപാട് പരീക്ഷകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ പരീക്ഷകൾ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകളാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ അപ്പോഴേ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നോട്ടിഫിക്കേഷൻസ് ഉടനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.